ലാൻഡ് ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന കുംഭകോണത്താണ്. ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങളിൽ 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ ചോള കാലഘട്ടത്തിലെ പുരാണ കഥകളെയും ദൈനംദിന ജീവിതത്തെയും ചിത്രീകരിക്കുന്ന ശില്പങ്ങളാലും കൊത്തുപണികളാലും പണിത അതിശയകരമായ കലാവൈഭവം കാണാൻ സാധിക്കുന്ന വാക്കുകൾക്കതീതവുമായ ഐരാവതേശ്വര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചോള മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിന് പുറത്തുള്ള ബലിപീഠത്തിലേക്കുള്ള പടവുകൾ മറ്റൊരു സവിശേഷതയാണ്. നടക്കുമ്പോഴോ തട്ടുമ്പോഴോ സംഗീത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന തരത്തിലാണ് ഈ പടികൾ കൊത്തിയെടുത്തിരിക്കുന്നത്. 2 ശാപമോക്ഷങ്ങളുടെ കഥ ഐരാവത ക്ഷേത്രത്തിന് പറയാനുണ്ട്. പുരാണമനുസരിച്ച് ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന് ദുർവാസാവ് എന്ന മഹർഷിയുടെ ശാപം മൂലം വെളുത്ത നിറം നഷ്ടപ്പെട്ടു. ഐരാവതം ഇവിടെ എത്തി ശിവനോട് പ്രാർത്ഥിച്ചു. ശിവൻ ഐരാവതത്തോട് ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കാൻ ഉപദേശിച്ചു. ശാപം നീങ്ങി ഐരാവതത്തിന് അതിന്റെ യഥാർത്ഥ വെളുത്ത നിറം തിരികെ ലഭിച്ചു. അതിനാലാണ് ഈ ക്ഷേത്രത്തെ ഐരാവതേശ്വര ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിന് വേറെയും ചില കഥകളുണ്ട്. ശരീരം മുഴുവൻ ചുട്ടുപൊള്ളട്ടെ എന്ന ശാപം ലഭിച്ച യമദേവൻ ഒരിക്കൽ ഇവിടെ വന്ന് ശിവനെ പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നീട് ഇവിടുത്തെ കുളത്തിൽ കുളിച്ച് കയറിയപ്പോൾ യമന് ശാപമോക്ഷം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുളത്തിനെ യമതീർത്ഥം എന്നും വിളിക്കുന്നു. ദ്രാവിഡീയ നിർമ്മാണ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മഹാമണ്ഡപത്തിൽ 48 തൂണുകളിലായി സംഗീതവുമായി ബന്ധപ്പെട്ട കൊത്തുപണികൾ നമുക്ക് കാണാം. ഇന്ത്യയിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത അർദ്ധനാരി സൂര്യശില്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മോഡേൺ സയൻസിൽ പറയുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ 900 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ശില്പികൾ കല്ലിൽ കൊത്തിവെച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശ്വാസികളെക്കാൾ അധികം ചരിത്രത്തിൽ താല്പര്യമുള്ളവർ എത്തിച്ചേരേണ്ട ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. ഓരോ കല്ലിലും കാണും എന്തെങ്കിലുമൊക്കെ കാണാൻ. അത്രയും അധികമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. അവിശ്വസനീയം. കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് കുംഭകോണം, തഞ്ചാവൂർ, ചിദംബരം പോലെയുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട 12 ക്ഷേത്രങ്ങൾ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. താമസിക്കാതെ അതും നിങ്ങൾക്ക് അടുത്ത പാർട്ടുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ചോള മഹാക്ഷേത്രത്തിലെ ഗംഗൈക്കൊണ്ട ചോളാപുരം ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.